ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രമാണ് തൊട്ടുപിന്നിലായി കാണുന്നത്. രാത്രികാലമായി കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമല്ല എന്നുള്ളതാണ് പരാതി. ഏറ്റവും എടുത്തു പറയേണ്ടത് ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ രാത്രി ഡോക്ടർ ഇല്ല എന്നുള്ള കാര്യമാണ്. രാത്രിയായാൽ ഇവിടെ ഡോക്ടറുടെ സേവനമില്ല. ആകെയുള്ളത് നേഴ്സും അറ്റൻഡറും ഡോക്ടർ ഇല്ല എന്നുള്ള ഈ ബോർഡും മാത്രമാണ്. നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ ദേശീയപാതയോട് ചേർന്നുള്ള ഏക സർക്കാർ ആശുപത്രിയാണ് ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രം. രാത്രികാലത്ത് ഒരു അപകടം പറ്റിയാൽ ആദ്യം ഓടിയെത്തിയിരുന്നതും ഇവിടേക്കായിരുന്നു. മിക്ക ദിവസവും പാവങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഗേറ്റ് പൂങ്ങിൽ പൂട്ടിയിട്ടേക്കുമായിരുന്നു. 4 ദിവസത്തിന് മുന്നേ ഗേറ്റ് പോലും പൂട്ടിയിട്ടില്ലായിരുന്നു. അകത്ത് കയറി വന്നതിന് ശേഷമാണ് പേഷ്യൻറ്റിനെ കൊണ്ട് വന്നതിന് ശേഷമാണ് ഇവിടെ വലിയ ബോർഡ് കണ്ടത്. എഴുതി വെച്ചിരിക്കുന്നത്, എഴുതി തൂക്കിയേക്കും. മിക്ക ദിവസങ്ങളിൽ എഴുതി തൂക്കിയേക്കും. ഉള്ളപ്പോൾ ഉണ്ടാവും. പിന്നെ ഉള്ള ഡോക്ടർമാരൊന്നും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. അത് ഇവിടെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ വന്നാൽ ആരും കാണില്ല. പെട്ടെന്ന് ഒരാൾക്ക് ഒരു കൊച്ചിന് വയ്യാതായി ഓടി കൊണ്ടുവന്ന് കാണിക്കാൻ ഡോക്ടർ കാണില്ല. പിന്നെ നമ്മൾ നെയ്യാറ്റിൻകര തന്നെ പോകണം. ദിനം പ്രതി 100-150ഓളം ആൾക്കാർ നിത്യേന ഇവിടെ വന്നു പോകുന്ന ഈ ആശുപത്രിയിൽ ഞായറാഴ്ച പോയിട്ട് പല ദിവസങ്ങളിലും ഇവിടെ ഡോക്ടർമാരില്ല. ഡോക്ടർ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കുമ്പോൾ വലിയ തുകയാണ് ചികിത്സയ്ക്ക് വേണ്ടി വരുന്നത്. ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. ദിവസവും 400ഓളം രോഗികൾ ആശ്രയിച്ചിരുന്നിടത്ത് ഇപ്പോൾ 1000ഓളം രോഗികളാണ് ദിവസേന ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇവിടെ 10 പേരെ മാത്രമാണ് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുള്ളത്. ജീവനക്കാരുടെ കുറവ് മൂലം ഫാർമസിയിലൊക്കെ നീണ്ട നിരയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. അതിനകത്തുള്ള 2 പേരാണ് ഉള്ളത്. പിന്നെ ഈ രാത്രി വന്നു കഴിഞ്ഞാൽ ഫാർമസിയില്ല. എന്തെങ്കിലും ഒരു നേരത്തേക്കുള്ള മരുന്ന് തന്നേക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ഫാർമസിക്ക് വീണ്ടും ഞങ്ങൾ പോയിട്ട് വരണം. ഇത്രയും വലിയൊരു പഞ്ചായത്തിനകത്ത് ഇത്രയും ഒരു ആശുപത്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറഞ്ഞാൽ 2-3 സ്റ്റാഫിനെ കൂടി നിയമിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. രാത്രി 8-9 അടിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊരു അപകടം പറ്റി ഒരാൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഡോക്ടർ ഉണ്ടായിരുന്നുവെന്നും രാത്രി ഡ്യൂട്ടി നോക്കേണ്ട ഡോക്ടറുടെ ബന്ധുവിന് സുഖമില്ലാത്തതിനാൽ അടിയന്തരമായി പോകേണ്ടി വന്നതുകൊണ്ടാണ് രാത്രി ഡ്യൂട്ടിയിൽ തുടരാൻ സാധിക്കാത്തതുമെന്നാണ് മെഡിക്കൽ ഓഫീസറുടെ ചുമതലയുള്ള ഡോക്ടറുടെ വിശദീകരണം. ഞങ്ങളിവിടെ 24/7 ആയിട്ട് നടത്തുന്ന ഒരു ആശുപത്രിയാണ്. പക്ഷേ 6 ഡോക്ടേഴ്സേ ഉള്ളൂ, അതായത് 5+1 ചാർജ് ഡോക്ടർ ഉൾപ്പെടെ. ഇങ്ങനെ തീരെ എമർജൻസീസ് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പരമാവധി നമ്മൾ മിനിമം നമ്പർ ഓഫ് ഡോക്ടേഴ്സ് വെച്ചിട്ടും നൈറ്റ് വരെ നടത്തിക്കൊണ്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ ഇങ്ങനെ 2 എമർജൻസി സിറ്റുവേഷൻ വന്നത് കാരണമാണ് കഴിഞ്ഞ 2 ദിവസം ഇല്ലാണ്ട്. ദിവസേന 1000ഓളം രോഗികളാണ് ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നത്. പക്ഷേ ഇവിടെ എത്തുന്നവർക്ക് മതിയായ ചികിത്സ നൽകാനുള്ള ജീവനക്കാർ ഈ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള പദവിയിൽ നിന്ന് ആശുപത്രി ഉയർത്തേണ്ടത് അനിവാര്യമാണ്. രാകേഷ് നൊബജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.